അസ്സലാമലൈക്കും. ഞാൻ ഇന്നൊരു ബീഫ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് ബീഫ് കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ബീഫ് പല രീതിയിൽ ഉണ്ടാക്കാനറിയാം. നമുക്കിന്നിവിടെ ബീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല സിമ്പിൾ റെസിപ്പിയാണ്, ഈസിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ ബീഫ് വേവിച്ചെടുക്കണം. ഞാനിത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. അതുകൊണ്ടാണ് ബീഫിൻ്റെ നിറം ഇങ്ങനെ. അത് ഇനി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 ടീസ്പൂണ് മുളക് പൊടി, ചുവന്ന മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്, 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ആദ്യം തന്നെ സോസ് പാനിൽ എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പിലയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി നല്ലതുപോലെ വഴറ്റണം. എത്രത്തോളം ഉള്ളി വഴറ്റുമോ അത്രയും കറിക്ക് ടേസ്റ്റ് കിട്ടും. ബീഫ് കറി എന്ന് മാത്രമല്ല, ഏത് കറിക്കായാലും നല്ലതുപോലെ ഉള്ളി വഴറ്റുന്നതായിരിക്കും നല്ലത്. ഏകദേശം ഉള്ളി ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഉള്ളിയുടെ നിറം മാറിയിട്ടൊക്കെ വന്നു, നല്ല ബ്രൗൺ കളറായി. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. നല്ലതുപോലെ ഇളക്കുക. ഇനി അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നല്ലതുപോലെ സോട്ട് ചെയ്യണം. രണ്ട് തക്കാളി എടുത്ത് വെച്ചത് ആഡ് ചെയ്തു. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു കിട്ടണം. ഇനി മൂടി വെക്കാം. നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞാൽ തക്കാളി നല്ല വെന്ത് ഉടഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂടി വെക്കുന്നത്. ഒരുവിധം തക്കാളി വെന്ത് കഴിഞ്ഞ് ഒന്ന് ഇളക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അടിയൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് വെക്കുക. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. വേവിച്ച് വെച്ച ബീഫ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. വേറെന്തും ആഡ് ചെയ്യണമെന്നില്ല, കാരണം ബീഫിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നമുക്ക് തിളപ്പിക്കണം, കാരണം ഇതിപ്പോൾ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം തിളപ്പിച്ചാൽ മതിയാവും. മൂടി വെക്കാതെ തിളപ്പിക്കണം, എന്നെങ്കിലേ പെട്ടെന്ന് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ. നല്ലതുപോലെ തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ബീഫിൻ്റെ കൂടെ ഉപ്പ് ലേശം ചേർത്ത് കൊടുത്തതാണ്. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. കുറച്ച് പെപ്പർ പൗഡർ. നമുക്ക് എത്ര സ്പൈസി ആണോ വേണ്ട അത്ര സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടി ചേർത്തുകൊണ്ട് നല്ല സ്പൈസി ആവും. അതുകൊണ്ട് നോക്കി വേണം പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാൻ. കുറച്ച് മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്, തിക്ക് ഗ്രേവി ആവുന്നുണ്ട്.
ഇത് നമ്മൾ പൊറോട്ട ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതായിരിക്കും. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ലാസ്റ്റ് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തു. മല്ലിച്ചപ്പ് പുതിന രണ്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വീട്ടിൽ ഫങ്ഷനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് സെർവ് ചെയ്യാം.